ആ ചൂണ്ട ഒടിഞ്ഞു പോകും മിക്കവാറും. ആ ചൂണ്ട ഒടിയും. ആ ചൂണ്ട ഒടിയും. ആ ചൂണ്ട ഒടിയും. അത്ര എല്ലാ ചൂണ്ടയും ഒടിയും. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച പ്രചാരണ കൊലഹലം കൊണ്ട് മാത്രം കടന്നു പോകാൻ ശ്രമിക്കുന്ന ഒരു മുന്നണിയുടെ ഒരു പാർട്ടിയുടെ ഗതികേടാണ് കോൺഗ്രസിൻ്റെ ഓരോ പ്രസ്താവനയും വെളിവാക്കുന്നത്. നേരം വെളുക്കുമ്പോഴത്തേക്ക് ഒരു പേര് പറയുകയാണ്, ആ പാർട്ടി ഇപ്പോൾ വരുന്നു. UDF ഒറ്റക്ക് ഇപ്പോൾ ഞാൻ വായിച്ചല്ലോ, ഇന്നലെ ശ്രീ മുരളീധരൻ പറഞ്ഞു എൻ്റെ പേര് എല്ലായിടത്തും ഉണ്ട്, 2 സ്ഥലം ഒഴികെ ബാക്കി എല്ലായിടത്തും എൻ്റെ പേരുണ്ടെന്നാണ് മുരളി പറയുന്നത്. മുരളി പിന്നെ പറഞ്ഞു അത് സ്നേഹം കൊണ്ടാണോ അതോ നിഗ്രഹിക്കാൻ വേണ്ടിയാണെന്ന് അറിയാൻ പാടില്ലെന്നും പറഞ്ഞു. അദ്ദേഹം വീണ്ടും പറഞ്ഞു കുഴികളിൽ ചാടാൻ ഇല്ലെന്നും പറഞ്ഞു. മുരളിക്കും അറിയാം കോൺഗ്രസിൻ്റെ കൂടെ ചേർന്ന് മത്സരിക്കാൻ പോകുന്നത് ഒരു കുഴിയാണെന്ന് മുരളിക്കും അറിയാം. മുരളി പറയുമ്പോഴത്തേക്കും അതാണ് സ്ഥിതി കോൺഗ്രസിനകത്തുള്ള. ആർക്കും ആരെയും വിശ്വാസമില്ല. സ്ഥാനാർത്ഥിയാകേണ്ടി വന്നാൽ അത് കുഴിയാണെന്ന് പറയുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സുഹൃത്താണ് മുരളി. മുരളി പോലും പറയുന്നു അത് കുഴിയാണെന്ന്, ആ കുഴികൾ ചാടില്ലെന്നും പറയുന്നു. ഒരു കോളിനുള്ളൊരു അവസരം ഇപ്പോഴും മാണി ഗ്രൂപ്പ് നിലനിർത്തുന്നില്ലേ? പറയുമ്പോഴും പിന്നെയും ഉള്ളിൽ ചർച്ചകൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഒരു ശരിയായ കാര്യമാണോ? അടുത്ത നിങ്ങൾ കാണാൻ പോകുന്നത് LDF ജാഥ നയിക്കുന്നത് KM മാണിയുടെ മകനായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെറുവാനായിട്ടുള്ള ജോസ് കെ മാണി നയിക്കുന്ന കാഴ്ച കാണാൻ പോവുകയാണ് നിങ്ങൾ. ആ ജാഥയുടെ ഉദ്ദേശം എന്താ? LDFൻ്റെ 3ാം ഊഴം ഉറപ്പാക്കലാണ്. നിങ്ങളൊന്നും കാണുന്നില്ല. അത് കൃത്യമല്ലേ? അതല്ലേ കൃത്യം. കേരള കോൺഗ്രസ് മാണി ഇവിടെ ഉണ്ടാകും, ഇവിടെ അധികാരവും ഉണ്ടാകും. എന്നാ അതിൻ്റെ അർത്ഥം? അതല്ല. എന്നാണ് അതിൻ്റെ അർത്ഥം? സീറ്റ് വിഭജനമൊക്കെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയാണോ അതോ മാറ്റങ്ങളുണ്ടോ? എല്ലാം ഏറ്റവും സ്മൂത്തായിരിക്കും. എല്ലാം ഏറ്റവും സ്മൂത്തായിരിക്കും. എല്ലാം ഏറ്റവും സ്മൂത്തായിരിക്കും. ഇന്നത്തെ അവസ്ഥയിലില്ല.